ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വരാൽ മീൻ കറിയാണ്. പുളിങ്കറിയാണ്. പാലക്കാട് ഇതിനെ ചൊടിയൻ മീൻ എന്നും പറയും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിതാ നല്ലൊരു വരാൽ എടുത്തിട്ടുണ്ട്. ഇതിൽ 2 നമ്മൾക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ചെറിയ വരാലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ട 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയും 10 ചുവന്നുള്ളിയും ഒരു 3 പച്ചമുളകും ഒരു 7 വെള്ളുള്ളി അല്ലിയുമാണ്. ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വരണം. കൂടെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി മാത്രമാണ്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് ഉലുവ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതൊന്ന് പൊടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ഉലുവ നമ്മൾ പൊടിച്ച് ചേർക്കുന്നില്ല. പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ ഇത്രയും എടുത്തുന്നുള്ളത്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. അതേ ചീനച്ചട്ടിയിൽ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതേപോലെ നമ്മളതൊന്ന് ചൂടാക്കി എടുക്കുക. അത് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ആ ചുവന്നുള്ളി ഇതേപോലെ പൊടിയെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വെള്ളുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2ആയി കീറിയതും ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ആ ചുവന്നുള്ളി ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ വെളിച്ചെണ്ണയിൽ ശരിക്കും ഒന്ന് മൊരിയിച്ച് തന്നെ എടുക്കണം. അപ്പോഴാണ് ആ കറിയുടെ നല്ല രുചി ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചുവന്നുള്ളി ശരിക്കും ഇതാ ഒരു വിധമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ തക്കാളി കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. തക്കാളി ചേർക്കാതെയും ഇത് ഉണ്ടാക്കാം. പുളി കുറച്ച് കൂടുതൽ ഒഴിക്കണമെന്നേ ഉള്ളൂ. തക്കാളി ചേർത്ത് 1 മിനിറ്റ് ഇതാ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഒരുവിധം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളും ചേർക്കാം. പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം ഫുള്ളായിട്ട് ആ പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല പുളിയും നല്ല എരിവൊക്കെ ഉണ്ടെങ്കിലാണ് ഈ കറിക്ക് നല്ല രുചി ഉണ്ടാവുക. നമ്മൾ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഗ്രേവി പോരാ, ഒരല്പം കറി അത്യാവശ്യം ഒരുപാട് തിക്ക് വേണ്ട, ഒരല്പം കൂടി ഞാൻ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നമ്മൾക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പൊടികളൊക്കെ ചൂടാക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം അതേപോലെ തിളച്ച് വരുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത്, ഇതിലേക്ക് പോരാത്ത ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് അടച്ച് വെച്ച് ഒരു 6 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വരാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിയൊന്നും പോവില്ല. 6 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതാ നമ്മൾക്ക് കറിയെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതേ പാകമാണ് നമുക്ക് കറി വേണ്ടത്. മീനൊക്കെ ശരിക്കും ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പും പുളി എരിവെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ നേരത്തെ ചൂടാക്കിയത് പൊടിച്ച് വെച്ചാണ്. അപ്പോൾ 1/4 സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. പൊടിച്ച് വെച്ച് ഇഷ്ടമില്ലാത്തവർ നേരത്തെ നമ്മൾ കടുകിട്ട് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ അല്പം ഉലുവ ഇട്ടാലും മതി. ഇതേപോലെ കിട്ടിയിട്ട് നല്ല ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി. എന്നതിന് ശേഷം അടച്ച് വയ്ക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. എല്ലാവർക്കും അറിയാൻ പറ്റും. അടിപൊളി വരാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്